75 വയസ്സുള്ള ഒരാൾ ഒരു പെൺകുട്ടിയുടെ കള്ളമൊഴി കൊണ്ട് പോക്സോ നിയമത്തിൽ കുടുങ്ങി. അവൻ നീതിക്കായി കാത്തിരുന്നു. ഒടുവിൽ കുറ്റവിമുക്തനായി. നഷ്ടപ്പെട്ടത് അത്ര ലളിതമല്ല. ഇത് നമ്മെ വലിയ ചിന്തയിലേക്ക് നയിക്കുന്നു. ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് പിന്നിലെ സത്യവും അസത്യവും തിരിച്ചറിയാതെ നമ്മുടെ നിയമവും സമൂഹവും നോക്കുകുത്തിയാകുന്നു. ചില കഥകൾ അങ്ങനെയാണ്. സത്യവും മിഥ്യയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. നീതിയുടെ തുലാസ് ഒരു നിമിഷം ആടി ഉലഞ്ഞു നിൽക്കും. ഇങ്ങനെയൊരു കഥയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു 75 വയസ്സുകാരന്റെ വാർദ്ധക്യത്തിന്റെ അവശതകളുമായി ജീവിതം തള്ളി നീക്കിയ ഒരു മനുഷ്യന്റെ കഥ. ഒപ്പം ഒരു പെൺകുട്ടിയുടെ, ഒരു നുണയുടെ, അതിലുപരി തകർന്നു പോയ ചില വിശ്വാസങ്ങളുടെ കഥ. പോക്സോ എന്ന വാക്ക് എത്രയോ കുട്ടികൾക്ക് സംരക്ഷണം നൽകിയിട്ടുള്ള ഒരു നിയമം. ഒരുപക്ഷെ ഒരു കുട്ടിയുടെ മൊഴിക്ക് ലോകത്തിലെ ഏത് തെളിവുകളെക്കാളും ശക്തിയുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചത് ഈ നിയമമാണ്. എന്നാൽ അതേ നിയമം തന്നെ ഒരു വാർദ്ധക്യത്തെ, 75 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ ആ വേദനയെ നമ്മൾ എങ്ങനെ കാണണം? സമൂഹം അയാളെ സംശയത്തോടെ നോക്കി. സ്വന്തം വീട്ടുകാർ പോലും പകച്ചുപോയി. അയാളുടെ ശരീരം ദുർബലമായിരുന്നെങ്കിലും മനസ്സും വേദന കൊണ്ട് തളർന്നിരിക്കാം. പെൺകുട്ടിയുടെ മൊഴിമാറ്റം സത്യം പുറത്തു വരുന്നു. വിചാരണ വേളയിൽ ആ പെൺകുട്ടി കോടതിയിൽ താൻ പറഞ്ഞത് കള്ളമാണെന്ന് തുറന്നു സമ്മതിച്ചു. ഒരു നുണയ്ക്ക് എത്ര കാലം ആയുസ്സുണ്ട്? ഒരു മനുഷ്യന്റെ ജീവിതം തകർത്ത ആ നുണ ഒടുവിൽ സത്യത്തിന്റെ മുന്നിൽ തലകുനിച്ചു. ആ പെൺകുട്ടി എന്തിന് അങ്ങനെ പറഞ്ഞു? ഭയം കൊണ്ടാവാം, സമ്മർദ്ദം കൊണ്ടാവാം, അല്ലെങ്കിൽ തമാശയ്ക്കാകാം. കാരണം എന്ത് തന്നെയായാലും അതിന്റെ ഫലം ഒരു നിരപരാധിയുടെ ജീവിതത്തിൽ വീണ കറുത്ത പാടാണ്. ഇവിടെയാണ് നമ്മൾ ശക്തമായി ശബ്ദമുയർത്തേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ പാഠം എന്താണ്? സത്യസന്ധത, സത്യം പറയാനുള്ള ധൈര്യം. പോക്സോ പോലുള്ള നിയമങ്ങൾ പെൺകുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ളതല്ല. ഒരു കള്ളമൊഴി പറയുമ്പോൾ, ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുള്ള 1000 പെൺകുട്ടികൾക്ക് കൂടിയാണ് നാം ദോഷം ചെയ്യുന്നത്. കാരണം സമൂഹം പിന്നീട് ആ പെൺകുട്ടിയുടെ മൊഴിയെ സംശയത്തോടെ നോക്കും. അതും കള്ളമായിരിക്കുമോ എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങും. ഇത് യഥാർത്ഥത്തിൽ പീഡനത്തിന് ഇരയായ മറ്റു കുട്ടികൾക്ക് നീതി നിഷേധിക്കാൻ കാരണമാകും. അത്തരമൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ അതിനെതിരെ ശക്തമായി എതിർക്കണം. ഇവിടെയാണ് മതമേലധ്യക്ഷന്മാർ, അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ ഇവരുടെ ശ്രദ്ധ പതിക്കേണ്ട സ്ഥലങ്ങൾ. ഇവർ പെൺകുട്ടികൾക്ക് കൃത്യമായ അവയർനെസ് നൽകണം. ഈ കഥയുടെ അവസാനം ആ 75 വയസ്സുകാരൻ കുറ്റവിമുക്തനായി. പക്ഷേ നഷ്ടപ്പെട്ട ആ മാനവും നീതിക്കായി കാത്തിരുന്ന ദിവസങ്ങളും ആർക്ക് തിരികെ നൽകാൻ കഴിയും? ഈ സംഭവം നമുക്കൊരു പാഠമാകട്ടെ. സത്യത്തിന്റെ വിലയെക്കുറിച്ചും ഒരൊറ്റ വാക്കിന് ഒരു മനുഷ്യ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയുമെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ പെൺകുട്ടികളും സത്യത്തിന്റെ പക്ഷം ചേരട്ടെ. ഒപ്പം ഒരു നിരപരാധിയുടെ കണ്ണീരിന് ആരും കാരണമാവാതിരിക്കട്ടെ.